സമാധാനത്തിന് വിത്തുപാകുകയും ജനക്ഷേമത്തിന് ഫസ്റ്റ് ചോയ്സ് നൽകുകയും ചെയ്യേണ്ട ഭരണകർത്താക്കൾ കുഞ്ഞുങ്ങളുടെ കഴുത്തറുക്കുന്ന കാബാലികരും നിസ്സഹായരുടെ നിലവിളികളെ നിർഭയം അടിച്ചൊതുക്കുന്ന രക്തരസകളുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ടും പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് ഇസ്ലാമും മനുഷ്യാവകാശവും. UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് 3/4 നൂറ്റാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇക്കാലയളവിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്താൽ ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം ഇന്നും ഏട്ടിലെ പശുവായി തുടരുന്ന ദുരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളത് ജീവിക്കാനുള്ള അവകാശമാണ്. ഇസ്ലാമിനെയും മുസ്ലിമിനെയും സംബന്ധിച്ചിടത്തോളം മനുഷ്യാവകാശം എന്നതൊരു പുത്തനാശയമല്ല. ആധുനിക യുഗത്തിന്റെ കാഴ്ചയിൽ മനുഷ്യാവകാശം എന്ന പ്രയോഗത്തിന്റെ തുടക്കം ഒരു പക്ഷേ 1789 ഫ്രഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കിയ മനുഷ്യാവകാശ വിജ്ഞാപനമോ 1948 ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമോ ആയിരിക്കാം. എന്നാൽ മുഴുവൻ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെയും തുടക്കം 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തെ സൽമാർഗത്തിന്റെ സൽപാന്താവിലേക്ക് കൈപിടിച്ചുയർത്തിയ ലോകനായകൻ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്.